ഹായ് മക്കളെ, വീഡിയോയിലാണ്. ഇന്ന് വീഡിയോയിൽ എത്തിയിട്ടുള്ളത് നിങ്ങൾ ഏറ്റവും കൂടുതൽ കമന്റ് ബോക്സിൽ ആവശ്യമുണ്ട് എന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ച ടോപ്പിക് ഏതാണോ ആ ടോപ്പിക്കിനെ പറ്റിയാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതെ, ഗ്യാരണ്ടി ഓഫ് പ്രോഫിറ്റ് ടു എ പാർട്ട്ണർ. അപ്പം എന്താണ് ഗ്യാരണ്ടി ഓഫ് പ്രോഫിറ്റ് ടു എ പാർട്ട്ണർ എന്ന് പറഞ്ഞാൽ, ഗ്യാരണ്ടി ഓഫ് പ്രോഫിറ്റ് മീൻസ് ഇമാജിൻ എയും ബിയും പാർട്ട്നേഴ്സ് ആണ്. ഓക്കെ, ആ ഒരു ബിസിനസ് സ്ഥാപനത്തിലേക്ക് സി എന്ന് പറഞ്ഞ പുതിയൊരു പാർട്ട്ണർ അഡ്മിറ്റ് ചെയ്യുകയാണ് എന്ന് കരുതാം. അങ്ങനെയാണെങ്കിൽ എയും ബിയും എന്ത് പറയും, സിക്ക് പ്രോഫിറ്റിൽ ഒരു ഗ്യാരണ്ടി കൊടുക്കും. അതായത് സിയോട് പറയാണ്, ഇനി എന്ത് ചെയ്യും, എല്ലാ വർഷവും നിനക്ക് 10,000 റുപ്പീസിന്റെ മിനിമം പ്രോഫിറ്റ് കിട്ടും. ശ്രദ്ധിക്കുക, മിനിമം എമൗണ്ട് ആണ് പ്രോഫിറ്റ് നമ്മൾ എന്ത് കൊടുക്കുന്നത്, ഗ്യാരണ്ടി കൊടുക്കുന്നത്. എങ്ങനെ മിനിമം എമൗണ്ട് ആണ് പ്രോഫിറ്റിൽ ഗ്യാരണ്ടി കൊടുക്കുന്നത്? പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? അപ്പോൾ ഒരു സാഹചര്യം എന്തെന്ന് വെച്ചാൽ, ഈ 10,000 കൂടുതൽ, അതായത് 12,000 15,000 അല്ലെങ്കിൽ 20,000 പ്രോഫിറ്റ് വരികയാണെങ്കിൽ ദർ വിൽ ബി നോ പ്രോബ്ലം. അതായത് ഒരു പ്രശ്നവുമില്ല. കാരണം എന്താ, നമ്മൾ പ്രോഫിറ്റിൽ മിനിമം എമൗണ്ടിന് മാത്രമേ ഗ്യാരണ്ടി പറയുന്നുള്ളൂ എന്നുള്ളതാണ് സത്യം. എന്നാൽ ഈ പ്രോഫിറ്റ് എമൗണ്ട് 8,000 റുപ്പീസോ 6,000 റുപ്പീസോ ആവുകയാണെങ്കിൽ അവിടെ കുറച്ച് ഡിഫിക്കൽട്ടീസ് വരും. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? അതെന്താണ്, എങ്ങനെയാണ് എന്നാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ഈ ഒരു വീഡിയോയിൽ പഠിക്കാൻ പോകുന്നത്. സെറ്റ് അല്ലേ? എല്ലാവരും റെഡി അല്ലേ? എന്നാവാ നോക്കാം. നമുക്കൊരു ക്വസ്റ്റ്യൻ നൈസ് ആയിട്ടും ചെയ്ത് നോക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്: Hashir Allen are partners. They admit Vinayak as a new partner with a guarantee that his share of profit shall not be less than rupees 20,000 per annum. അതായത് ഹാഷിറും അലനുമാണ് പാർട്ട്നേഴ്സ്. അവിടേക്ക് ആരോടെ വരുന്നു, വിനായക് കൂടെ പുതിയൊരു പാർട്ട്ണറായിട്ട് വരുന്നു. എന്നാൽ വിനായകിന് 20,000 രൂപയാണ് പ്രോഫിറ്റിൽ ഗ്യാരണ്ടി പറഞ്ഞിട്ടുള്ളത്. സെറ്റ് അല്ലേ? ബാക്കി നോക്കാം. പ്രോഫിറ്റ്സ് ആർ ടു ബി ഷെയർഡ് ഇൻ ദ പ്രൊപ്പോർഷൻ ഓഫ് 3:1. അതായത് 3:2:1 ആണെന്ന് മക്കളെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ. The total profit for the year ended 23-24 were 1,08,000. ആ വർഷം ഫേമിന് 1,08,000 റുപ്പീസ് ആണ് ടോട്ടൽ പ്രോഫിറ്റ് വന്നിട്ടുള്ളത്. പ്രിപ്പയർ പ്രോഫിറ്റ് ആൻഡ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ആൻഡ് ഷോയിങ് ദ ഡിവിഷൻ ഓഫ് ദ പ്രോഫിറ്റ് ഫോർ ദ ഇയർ 23-24. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം, ഈ ഫേമിന് ടോട്ടൽ പ്രോഫിറ്റ് എത്ര, 1,08,000 റുപ്പീസ് അല്ലേ? ഈ 1,08,000 റുപ്പീസ് പ്രോഫിറ്റിനെ 3 പാർട്ട്നേഴ്സിനും വീതിച്ച് കൊടുക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ സ്റ്റെപ്പ്. സെറ്റ് അല്ലേ എല്ലാവരും? അങ്ങനെയാണെങ്കിൽ എന്നാ ചെയ്തോടാ, ഇവിടെ ഓരോരുത്തർക്കും എത്ര പ്രോഫിറ്റ് ഉണ്ടാവും? ആദ്യം ഓക്കെ, ഹാഷിർ ആണ് നമ്മുടെ പാർട്ട്ണർ അല്ലേ? അപ്പൊ ഹാഷിറിന് എത്രയ്ക്കും പ്രോഫിറ്റ് ഉണ്ടാവുക? 1,08,000 ഇൻറ്റു ഹാഷിറിന്റെ ന്യൂ റേഷ്യോ 3/6 ആണ്. റൈറ്റ് മക്കളെ, ഹാഷിറിന്റെ ന്യൂ റേഷ്യോ 3/6 അല്ലേ? എങ്ങനെ മനസ്സിലായി? ചോദ്യത്തിൽ കൊടുത്തില്ല മാഷേ, പിന്നെ എങ്ങനെ മനസ്സിലാവേണ്ടോ? സെറ്റ് റൈറ്റ്. അങ്ങനെയാണെങ്കിൽ മക്കളെ എത്ര ഉണ്ടാവും? 54,000 റുപ്പീസ് ആണ് ഹാഷിറിന്റെ പ്രോഫിറ്റ്. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേടാ? അതേപോലെ തന്നെ അലന്റെ പ്രോഫിറ്റ് എത്രയ്ക്ക് ഉണ്ടാവുക? 1,08,000 ഇൻറ്റു 2/6 ആണ്. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? ഇറ്റ് വിൽ ബി 36,000 റുപ്പീസ് ആണ് എന്ത് മക്കളെ അലന് വേണ്ട പ്രോഫിറ്റ്. ലാസ്റ്റ് ആൻഡ് ഫൈനലി വിനായകാണ്. ഓക്കെ, നമ്മുടെ വിനായകന് എത്ര പ്രോഫിറ്റ് ഉണ്ടാവുക? 1,08,000 ഇൻറ്റു വിനായകന്റെ ഷെയർ എത്ര? 1/6 അല്ലേ? സോ ഇൻറ്റു 1/6 ദാറ്റ് ഈക്വൽ എത്ര കിട്ടും? 18,000 റുപ്പീസ് കിട്ടും. പറഞ്ഞ കാര്യം എല്ലാവർക്കും ഓക്കെ അല്ലേടാ? സോ നമ്മൾ ആദ്യം ചെയ്ത കാര്യം എന്താ, ഫേമിന്റെ ടോട്ടൽ പ്രോഫിറ്റ് എത്രയാണോ ആ പ്രോഫിറ്റിനെ ന്യൂ റേഷ്യോയിൽ നമ്മൾ എന്ത് ചെയ്തു, 3 പാർട്ട്നേഴ്സിനും വീതിച്ചു കൊടുക്കും. അതായത് ഹാഷിറിനും അലനും വിനായകനും നമ്മൾ എന്ത് ചെയ്തു മക്കളെ, വീതിച്ചു കൊടുത്തു. അപ്പൊ ചെറിയൊരു പ്രശ്നം, നമ്മൾ ഈ ക്വസ്റ്റ്യനിൽ വിനായകന് 20,000 റുപ്പീസ് അല്ലേ ഗ്യാരണ്ടി പറഞ്ഞിട്ടുള്ളത്? എന്നാൽ ഇവിടെ വിനായകന് എത്ര മാത്രമേ കിട്ടിയിട്ടുള്ളൂ? 18,000 രൂപ മാത്രമേ വിനായകന് പ്രോഫിറ്റ് കിട്ടിയിട്ടുള്ളൂ. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? അതായത് ഇവിടെ എന്ത് വന്നു, ഡെഫിസിറ്റ് വന്നു. എന്തിൽ ഡെഫിസിറ്റ് വന്നു? വിനായകന് ആദ്യം 20,000 റുപ്പീസ് ആണ് ഗ്യാരണ്ടി പറഞ്ഞത്, എന്നാൽ ഇപ്പൊ എത്രയേ കിട്ടിയിട്ടുള്ളൂ? 18. അങ്ങനെയാണെങ്കിൽ എത്ര രൂപ കുറവ് വന്നു? 2,000 റുപ്പീസ്, 2,000 രൂപ കുറവ് വന്നു. ഇതിന് ഡെഫിസിറ്റ് എന്നാണ് വിളിക്കുക, കുറവ് എന്നാണ് പറയാ. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കേ, 20,000 കൊടുക്കാന്ന് പറഞ്ഞാൽ ആകെ 2,000 കുറവാണ്. അപ്പൊ ഈ 2,000 ആര് കൊടുക്കും? ക്വസ്റ്റ്യനിൽ ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ. നോക്കിയേ, ഈ ക്വസ്റ്റ്യനിൽ ഹാഷിർ കൊടുക്കുമെന്നോ അലൻ കൊടുക്കുമെന്നോ ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ. ക്വസ്റ്റ്യനിൽ ഒന്നും പറഞ്ഞിട്ടില്ല. 20,000 റുപ്പീസ് ഗ്യാരണ്ടി ഉണ്ട് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഓൾഡ് പാർട്ട്നേഴ്സ് ആരൊക്കെയാണോ, ഈ ഓൾഡ് പാർട്ട്നേഴ്സ് 2 പേരും കൂടി ചേർന്നായിരിക്കും എന്ത് കൊടുക്കേണ്ടത്, ഈ ഒരു എമൗണ്ട് കൊടുക്കേണ്ടത്. എങ്ങനെ കൊടുക്കും? വെയിറ്റ് പറഞ്ഞുതരാം. അതായത് ഇവിടെ ഇനി കൊടുക്കാൻ പോണത് എങ്ങനെയാന്ന് വെച്ചിട്ടാണെങ്കിൽ, ഹാഷിർ എന്ത് കൊടുക്കും? അലന് കൊടുക്കും. സോറി, ഹാഷിർ ആർക്ക് കൊടുക്കും? വിനായക് കൊടുക്കും. ഹാഷിർ ടു വിനായക്. എത്ര എമൗണ്ട്? 2,000 രൂപയാണ് കൊടുക്കാനുള്ളത്. മുഴുവൻ ഹാഷിർ കൊടുക്കോ? ഇല്ല, 2,000 ഇൻറ്റു 3/5 ആയിരിക്കും കൊടുക്കുക. അതെന്താ 3/5 പോരുന്നു എന്ന് ശ്രദ്ധിച്ച് കേട്ടോ, പറഞ്ഞുതരാം. അതായത് ഈ കേസിലെ ന്യൂ റേഷ്യോ എത്രയായിരുന്നു മക്കളെ? ഈ ഒരു കേസിലെ ന്യൂ റേഷ്യോ എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ 3:1 ആയിരുന്നു അല്ലേ? ഹാഷിർ അലന് വിനായക്. ക്ലിയർ അല്ലേ? എന്നാൽ
ഇവിടെ വിനായകന് പ്രോഫിറ്റ് കൊടുക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? വിനായകന്റെ പ്രോഫിറ്റ് കട്ട് ചെയ്യും. ബാക്കി ഇനി ആരുതൊക്കെ ഉള്ളത്? ഹാഷിറിനതും അലൻ്റെതും മാത്രമല്ലേ ഉള്ളൂ. അപ്പൊ ഇവർ രണ്ട് പേരും കൂടി ചേർന്നിട്ട് എന്ത് കൊടുക്കേണ്ടത്? ഈ ഒരു ലോസ് ആയ എമൗണ്ടിനെ കൊടുക്കേണ്ടത്, റൈറ്റ്? സോ എന്ത് ചെയ്യും? ഇവർ രണ്ടുപേരെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ മാത്രം നമ്മൾ കൺസിഡർ ചെയ്യും. ഓക്കെ അല്ലേ? അപ്പൊ എന്ത് കിട്ടി? 3/5 ആണ് ഹാഷിറിനത്, 2/5 ആണ് ആരുത്? അലൻ്റെത്. പറഞ്ഞ കാര്യം ക്ലിയർ? ഓക്കെ അല്ലേ? റേഷ്യോ എങ്ങനെ കിട്ടിയെന്ന് മനസ്സിലായില്ല മക്കളെ? എത്ര രൂപ വരും? 1200. ഇതേപോലെ ആരുതും കാണാം, അലൻ്റെതും കാണാം. ഓക്കെ, അലൻ ഷെയർ ഓഫ് പ്രോഫിറ്റ് ടു വിനായക് എത്രയായിരിക്കും ഉണ്ടാവുക? 2000 ഇൻറ്റു 2/5 എത്രയായിരിക്കും മക്കളെ വരാ? 800 രൂപയായിരിക്കും വരാം. കറക്റ്റ് അല്ലേടാ? എല്ലാവർക്കും ഓക്കെ അല്ലേടാ? എത്ര വരാം? 800 രൂപയായിരിക്കും വരാം. സെറ്റ്. പറഞ്ഞ കാര്യം ക്ലിയർ? എല്ലാവർക്കും ഓക്കെ അല്ലേ മക്കളെ? എല്ലാവർക്കും ഓക്കെ അല്ലേ? സോ നമ്മളിവിടെ എന്താ ചെയ്തിട്ടുള്ളത്? നൈസായിട്ട് ഒന്നും കൂടി പറയുകയാണെങ്കിൽ ആദ്യം നമ്മൾ എന്ത് ചെയ്തു? ഫേമിന്റെ ടോട്ടൽ പ്രോഫിറ്റിന് ആർക്ക് വീതിച്ചു കൊടുത്തു? 3 പാർട്ട്നേഴ്സിനും, ഹാഷിറിനും അലനും വിനായകനും ഒക്കെ നമ്മൾ വീതിച്ചു കൊടുത്തു. സെറ്റ് അല്ലേടാ? എല്ലാവരും സെറ്റ് അല്ലേ? അപ്പോഴേ മനസ്സിലായത് എന്ത്? ഡെഫിസിറ്റ് ഉണ്ട്. എന്താ ഡെഫിസിറ്റ്? വിനായകന് പ്രോഫിറ്റിൽ 2000 രൂപ കുറവുണ്ട്. അപ്പൊ ഈ കുറവുള്ള പ്രോഫിറ്റ് ആര് കൊടുക്കും? ഹാഷിറും എല്ലാം കൂടി കൊടുക്കും. എങ്ങനെ? 3:5 എന്ന് പറഞ്ഞ റേഷ്യോയില്. അതെങ്ങനെ കിട്ടി? വിനായകന്റെ ഷെയർ എത്രയാണോ ആ ഷെയർ ഒഴിവാക്കിയാൽ ബാക്കി എന്തുണ്ട്? ഈ ഷെയറിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഈ ഒരു പ്രോഫിറ്റിന് വീതിച്ചു കൊടുക്കേണ്ടത്. പറഞ്ഞ കാര്യം ക്ലിയർ? എല്ലാവർക്കും ഓക്കെ ആണെന്ന് വിചാരിക്കുന്നത്. ഓക്കെ, സോ നമുക്ക് എന്ത് കിട്ടി? ഹാഷിർ വിനായകന് കൊടുത്തു. അങ്ങനെയാണെങ്കിൽ ഇനി ഹാഷിറിന് ബാലൻസിന് എത്ര പ്രോഫിറ്റ് ഉണ്ടാവും നോക്കാം. ഇവിടെ നോക്കിയാൽ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും? 54,000 ആയിരുന്നു ആർക്ക് പ്രോഫിറ്റ് ഉണ്ടായിരുന്നത്? ഹാഷിറിന് ഉണ്ടായിരുന്നത്. എന്നാൽ ഈ 54,000 രൂപയിൽ നിന്നും 1,200 രൂപ നമ്മൾ ആർക്ക് കൊടുക്കേണ്ടി വന്നു? ഓക്കെ, വിനായകന് കൊടുക്കണ്ടേ? അങ്ങനെയാണ് ബാലൻസിന് ഇത്രയ്ക്കും പ്രോഫിറ്റ് ഉണ്ടാവുക ഹാഷിറിന്? 52,800. ഓക്കെ അല്ലേ? അതേപോലെ അലന് എത്ര പ്രോഫിറ്റ് ഉള്ളത്? 36,000 ആണ് അലന്റെ പ്രോഫിറ്റ് അല്ലേ? ഇതിൽ 800 രൂപ ആർക്ക് കൊടുക്കണം? വിനായകന് കൊടുക്കണം. അങ്ങനെയാണ് ബാലൻസിന് ഇത്രയ്ക്കും പ്രോഫിറ്റ് ഉണ്ടാവുക 35,200. പറഞ്ഞ കാര്യം ക്ലിയർ? സെറ്റ് അല്ലേടാ? സെറ്റ് അല്ലേ? ഇനി വിനായകന് എത്രയ്ക്കും പ്രോഫിറ്റ് ഉണ്ടാവുക? 18,000 ആദ്യം ഉള്ളതുകൊണ്ട് അതേപോലെ തന്നെ എന്തുണ്ട്? 2,000 റുപ്പീസ് ആര് കൊടുത്തു? ഹാഷിറും അലനും കൂടി കൊടുത്തതുകൊണ്ട്. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഈ ഒരു കേസിലെ പ്രോഫിറ്റ് ഓർ ലോസ് സെപ്പറേഷനെ കൊണ്ട് പ്രിപ്പയർ ചെയ്യാൻ നമ്മൾ എന്ത് പ്രിപ്പയർ ചെയ്യും? ഈ ഒരു രൂപത്തിലാണ് പ്രിപ്പയർ ചെയ്യുക. പ്രോഫിറ്റ് ഓർ ലോസ് അക്കൗണ്ട്. ഓക്കെ, പ്രോഫിറ്റ് ഓർ ലോസ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ 1,08,000 റുപ്പീസ് ആണ് പ്രോഫിറ്റ് ഓർ ലോസ് അക്കൗണ്ട്. സോ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇവിടെ വേറെ സാലറി കമ്മീഷൻ ഐറ്റംസ് ഒന്നും വരാത്തത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? ഡയറക്ട്ലി നമ്മൾ എന്ത് ചെയ്യുന്നു മക്കളെ? ബാലൻസ് ചെയ്യുന്നു. സോ ഈ 1,80,000 ഹാഷിർസ് ക്യാപിറ്റൽ ദെൻ അലൻസ് ക്യാപിറ്റൽ ആൻഡ് ഫൈനലി നമ്മുടെ വിനായക്സ് ക്യാപിറ്റൽ. എടാ ഒന്ന് നൈസായിട്ട് ആലോചിച്ച് നോക്കേ. ഹാഷിറിന്റെ ഇനി ന്യൂ ക്യാപിറ്റൽ എത്രയാ? 54 ഉണ്ടായിരുന്നു. എന്നാൽ 1,200 രൂപ ആർക്ക് കൊടുത്തു? നമ്മുടെ പാവം വിനായകന് കൊടുത്തില്ലേ? ബാലൻസിന് എത്ര ഉണ്ട് മക്കളെ? 52,800 അല്ലേടാ? 52,800. ക്ലിയർ? അതേപോലെ നമ്മുടെ അലന്റെ കേസിലേക്ക് നോക്കാൻ 36 ഉണ്ടായിരുന്നു. എന്നാൽ 800 രൂപ ആർക്ക് കൊടുക്കേണ്ടി വന്നു? വിനായകന് കൊടുക്കേണ്ടി വന്നു. സോ ബാലൻസ് എത്ര? 35,200 അല്ലേ? സോ 35,200. പറഞ്ഞ കാര്യം ക്ലിയർ? ലാസ്റ്റ് ആൻഡ് ഫൈനലി വിനായകന് എത്ര കിട്ടും? 20,000. അപ്പം ഗ്യാരണ്ടി ഓഫ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ മിനിമം എമൗണ്ട് ഓഫ് പ്രോഫിറ്റ് ആണ്. അതായത് 20,000 മിനിമം കിട്ടുമെന്ന് പറഞ്ഞാൽ നിർബന്ധമായിട്ടും 20,000 കൊടുത്തിരിക്കണം. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? ഇനി ചെറിയൊരു ചോദ്യം മാറ്റി. അതായത് വിചാരിക്കാം ഈ ക്വസ്റ്റ്യൻ ഒന്നും പറയാത്തത് കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്? ഈ ഒരു രൂപത്തിൽ ചെയ്തിട്ടുള്ളത്. സപ്പോസ് ഇമാജിൻ ഈ ക്വസ്റ്റ്യൻ എങ്ങനെ പറഞ്ഞിട്ടുണ്ട്? ഹാഷിർ മാത്രമാണ് എന്ത് ചെയ്യുക? വിനായകൻ എന്തെങ്കിലും എമൗണ്ട് എക്സ്ട്രാ കൊടുക്കേണ്ടി വന്നാൽ എങ്ങനെ? വിനായകൻ എന്തെങ്കിലും നഷ്ടം വന്നാൽ ആ നഷ്ടം മുഴുവൻ ആര് കൊടുത്തോളാം എന്ന് വെച്ചിട്ടുണ്ട്? ഹാഷിർ കൊടുത്തോളാം എന്ന് വെച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ചോദ്യത്തിൽ എന്തായിരിക്കും വ്യത്യാസം ഉണ്ടാവുക? ഈ 2,000 രൂപ ഡെഫിസിറ്റ് ഇല്ലേ? ഈ 2,000 ഡയറക്ട്ലി ആര് അക്കൗണ്ടിൽ നിന്ന് കുറയ്ക്കും? നമ്മുടെ ഹാഷിറിന്റെ അക്കൗണ്ടിൽ നിന്ന് കുറയ്ക്കും. സോ ബാലൻസ് ഹാഷിറിന്റെ അക്കൗണ്ട് എത്ര ഉണ്ടാവത്തുള്ളൂ? 52,000 ഉണ്ടാവത്തുള്ളൂ. മനസ്സിലായോ? എങ്ങനെ? സിറ്റുവേഷൻ ചെറുതാക്കി മാറ്റിയിട്ടു നമ്മൾ. അതായത് മുഴുവൻ ലോസും വിനായകൻ എന്തെങ്കിലും കൊടുക്കേണ്ടി വന്നാൽ മുഴുവൻ എമൗണ്ടും ആര് കൊടുക്കും? ഹാഷിർ കൊടുക്കും എന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയാ ചെയ്യാ? ഹാഷിറിന്റെ അക്കൗണ്ടിൽ നിന്ന് മാത്രമായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക? ഈ 2,000 രൂപ നഷ്ടത്തെ നമ്മൾ എന്ത് ചെയ്യുക? എടുക്കുക. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? സംശയം ഉണ്ടോ? ഇല്ല. ഇനി വിചാരിക്കുക ഹാഷിറും അലനും കൂടി ഈക്വൽ ആയിട്ടാണ് ഈ ലോസിനെ എടുക്കാമെന്ന് പറഞ്ഞിട്ടുള്ളത്. എങ്ങനെ? ഹാഷിറും അലനും കൂടി ഈക്വൽ ആയിട്ട് എന്ത് ചെയ്തു? ഈ ഒരു ലോസിനെ എടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ 2,000 രൂപയിൽ എവിടെ കുറവ് വന്നിട്ടുള്ളത് അല്ലേ? ഈ 2,000ത്തിന്റെ പകുതി ആര് കൊടുക്കും? ഹാഷിർ കൊടുക്കും. ബാക്കി പകുതി ആര് കൊടുക്കും? അലന് കൊടുക്കും. പറഞ്ഞ കാര്യം ക്ലിയർ? ഇത് ഓക്കെയാണോ? സോ അതിനനുസരിച്ചുള്ള ചെറിയ ചെറിയ മാറ്റങ്ങൾ ഇവിടെ ഉണ്ടാവും, ഈ ഒരു പ്രോഫിറ്റിൽ ഉണ്ടാവും. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? സോ ഗ്യാരണ്ടി ഓഫ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞ ഏരിയ എല്ലാവർക്കും ക്ലിയർ അല്ലടാ മക്കളെ? സോ ഇത്തരത്തിലുള്ള കണ്ടന്റ് വീഡിയോസിന്റെ മക്കളെ സൈലം കൊമേഴ്സിന്റെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തൊക്കെ ഓൾ ദ ബെസ്റ്റ്. നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് വളരാ. ടീം സൈലം നിങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടാവും. ഓൾ ദ ബെസ്റ്റ്.